ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. ഒന്ന് മഴയൊക്കെ മാറി ഇന്നാണ് ഇത്തി വെയിലൊക്കെ വന്നത്. അങ്ങനെ നമ്മുടെ ഏവിയറിയിലേക്ക് വേണ്ട കുറച്ച് പോട്ടിലൊക്കെ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ നടാമെന്നുള്ള പരിപാടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 13 പോട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാങ്ങിങ് പോട്ട് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ പീസോ മാർബിൾ പീസോ എന്തെങ്കിലും ഇടും. എന്നിട്ട് അതിലേക്ക് തൊണ്ടുകളിങ്ങനെ എടുക്കും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഇതായി കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടി വരും. മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് മണ്ണും അത്യാവശ്യ വളങ്ങളും, ഒത്തിരി വളങ്ങളും, കുറച്ച് വേപ്പൻ പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചേർത്ത് നമ്മൾ അതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തൊണ്ടൊക്കെ റെഡിയാക്കി എല്ലാ പോട്ടിലും തൊണ്ട് മാത്രം അടുക്കി വെച്ച് ഇനി വേണം മണ്ണ് റെഡിയാക്കി. ഇനി മണ്ണും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇത് റെഡി. എന്നിട്ട് ഇതെല്ലാം ഈ രണ്ടാമത്തെ നിലയുടെ മണ്ടയിൽ കയറ്റണം. അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ് നടാമെന്നാണ് പരിപാടി. നമുക്കത് നോക്കാം. ഇങ്ങനെ മണ്ണ് റെഡിയാക്കി ഇത് ഗാർഡൻ സോയിൽ, ഇവിടെയുള്ള മണ്ണും പിന്നെ ഇത് കുറച്ച് മണലും ഒത്തിരിയൊന്നുമില്ല. ഇവിടെ എനിക്ക് മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മണ്ണാണ്. കാരണം എനിക്കിവിടെ 6 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും കൂടെ ഈ തൊണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് ശകലം അതും കൂടി ഇട്ട് കൊടുക്കും. ഇത് ഓൾറെഡി കുമ്മായം ഇട്ട് സഞ്ചിക്കകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു 2 മാസത്തിൽ കൂടുതലായി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട്. എന്താവുമെന്നറിയില്ല. പിന്നെ മണി പ്ലാന്റ് നടാനായതുകൊണ്ട് അത്ര വലിയ സീനിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനങ്ങനെ ഗാർഡൻ ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. പിന്നെ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. നമ്മുടെ ഇഷ്ടം നമുക്ക് ചെയ്യാം. വരും പോലെ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്തത് ചെയ്യും, അത്ര തന്നെ. എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോസ് ഞാൻ ഇഷ്ടം പോലെ നടും. ഒരു വശത്തൂടെ നടും, അടുത്ത വശത്തൂടെ അതെല്ലാം പട്ടുപോകും. ഇപ്പോഴും നട്ടുകൊണ്ടിരിക്കുന്നു. നോക്കാം, അതിനൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഞാൻ തന്നെ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയൊന്നും വേണ്ട, അതൊക്കെ മതി. ബാക്കി പിന്നീട് വേണമെങ്കിൽ നമുക്കിടാം. അങ്ങനെ ഈ ഇരിക്കുന്ന ഒരു 13 ചട്ടികളൊക്കെ നിറയ്ക്കണം. അതാണ് ടാസ്ക്. ചെയ്യട്ടെ കേട്ടോ, ചെയ്തിട്ട് വരാം. അത്യാവശ്യം 2 പ്രാവശ്യം കയറി ഇറങ്ങി സാധനങ്ങളെല്ലാം ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇനിയും ഒതുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ നടേണ്ട ഐറ്റംസും ഇവിടെ ഉണ്ട്. മണി പ്ലാന്റും ബാക്കി ചട്ടികളും കൂടെ. ഇവിടെ നല്ലൊരു പച്ച ഗാർഡൻ ആക്കണം. നല്ല പച്ച പസേന്നും നല്ലൊരു രസമുള്ളൂ. ഇതിപ്പോൾ ഒരു വരണ്ട ഭൂമി പോലെ. പേടിക്കണം, ഇവരെ ആരും തുറന്നു വിട്ടിട്ടില്ല. കുറേ ദിവസമായി, എനിക്കൊന്ന് 1 മാസത്തിൽ കൂടുതലായി ഇവരെ കൊണ്ടുവന്നിട്ട്. ഇനി 1-2 ഹോളുകളും കൂടെ അടയ്ക്കാനുണ്ട്. ഞാനങ്ങനെ ഒന്ന് അടിപൊളിയായിട്ട് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഓരോ മൂലയിലും ചെറിയ ഗ്യാപ്പുകളുണ്ട്. അങ്ങനെ അതെല്ലാം അടച്ചടച്ച് വരണം. പക്ഷേ ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട് അടയ്ക്കാൻ. അതത്ര ഈസി അല്ല, എന്നെക്കൊണ്ടത് പറ്റില്ല. എന്തായാലും പണിക്ക് ആൾ വരുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നും പറഞ്ഞു വയ്ക്കുന്നു. അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ ബേഡ്സിനെയൊക്കെ ഒന്ന് തുറന്നു വിടാൻ പറ്റൂ. അതുകൊണ്ടോ ഇതിൻ്റെയും മണ്ടയിലങ്ങറ്റത്ത് അതിത്തിരി റിസ്ക്കിയാണ്. അതിനിടയ്ക്ക് ഇവിടെ അക്ഷയൊക്കെ കെട്ടി തുണി വിരിപ്പ് തുടങ്ങി. കാരണം കണ്ടിന്യൂസ് മഴയല്ലേ. തൽക്കാലം തുണി വിരിക്കാം. ഒരു ശരിക്കും നമുക്ക് പ്ലാന്റിങ്ങും തുടങ്ങാം. കുറച്ച് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇവിടെ മുകളിൽ ഓരോ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചുറ്റി ഹാങ് ചെയ്ത് വരണമെന്നാണ് ആഗ്രഹം. പിന്നെ താഴെ ഈ തട്ടിലും പിന്നെ ഈ
ഈ ബേസിനല്ലല്ലോ സ്റ്റാൻഡൊന്നും എടുത്ത് വെച്ചിട്ടുമില്ല. അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇനി പെൻഡിങ് ഉണ്ട്. അതിനു മുമ്പ് ഈ തറ പെയിൻറ്റിങ് മഴ കാരണവും കറണ്ടില്ലാത്ത കാരണം അവസാനം പണിക്കാർ വന്നില്ല. കറണ്ടെല്ലാം വരണ്ടെന്ന് പറയും. ഇനിയിപ്പോൾ ഒരു 10-16 ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഇതൊക്കെ നടക്കുകയുള്ളൂ. വീണ്ടും പെൻഡിങ് ആവും. പിന്നെ അത്രയും ദിവസം എന്തിന് ഞാൻ ഇനി ഒന്നും നടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 2 ആഴ്ചയെങ്കിലും ആയിക്കാണും എൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന മണി പ്ലാന്റുകളാണ്. തൽക്കാലം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇനി ഇതിങ്ങനെ ഇരുന്ന് വെയിലൊന്നും ഇല്ലാതെ ഒരുമാതിരി നശിച്ചു പോകണ്ട, കുറേശ്ശെ അങ്ങ് പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ ചട്ടികളിലും പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. എന്തൊക്കെയാണ് പ്ലാന്റ് ചെയ്തതെന്ന് പറഞ്ഞു തരാം. എല്ലാം മണി പ്ലാന്റാണ്. ഇതൊരു കളർ മണി പ്ലാന്റ്, പേര് നടന്നല്ല മണി പ്ലാന്റ് എന്ന് മാത്രമേ എനിക്കറിയാവൂ. പിന്നെ ഇതൊരു ഹാങ്ങിങ് ചെടിയാണ്. അത്യാവശ്യം എന്തോ ഒരു വെറൈറ്റി പൂവൊക്കെ ഉള്ള നല്ല രസമുള്ള ഒന്നാണ്. അതെനിക്ക് ഒരിടത്ത് നിന്ന് കിട്ടിയതാണ്. എൻ്റെ കയ്യിൽ വന്നിട്ട് ഇതുവരെ പൂത്തിട്ടില്ല. അതിൻ്റെ കുറച്ച് തൈകളും കൂടെ കമ്പുകളും കൂടെ ഊന്നിയിട്ടുണ്ട്. ഇത് അടുത്ത വെറൈറ്റി മണി പ്ലാന്റാണ്. ഇത് ഞാൻ നട്ടിരിക്കുന്നത് ഇങ്ങനെ വെറും അതിൻ്റെ വേര് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മണ്ണിൽ ഊന്നി വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിൽ. ഇത് മറ്റൊരു വെറൈറ്റി. ഇത് 2 ചട്ടിയിലടി ഞാൻ നട്ടു. ഇത്തിരി കൂടുതലുള്ളത് കൊണ്ട് 2ആയിട്ട് നട്ടു. ഇത് ഒന്നായിട്ട് നടാമ്പോൾ എന്തോ എനിക്കറിയില്ല, ഞാൻ എന്തായാലും 2ആക്കി അതിനെ. ഇത് വേറൊരു കളറ്, വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന് ഇതിന് നട്ടിട്ടുണ്ട്. ഇതും 2 ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുഞ്ഞ് ലീഫ് വരുന്ന ഒരു വൈറ്റും വെള്ളയാണ്. ഇത് എനിക്ക് റോട്ടിൽ കിടന്ന് കിട്ടിയതാണ്. കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന്. എന്തായാലും എൻ്റെ കയ്യിലില്ല. ഇനി ഇതേപോലെ വളവും വെള്ളവും കിട്ടുമ്പോൾ ഇതേപോലെ വലിയ ഇലയുള്ള ഇതാവുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു കുട്ടി ലീഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. ഇത് എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു വലിയ ചട്ടിക്കകത്തിരുന്ന പ്ലാന്റിനെ ഇളക്കി ഞാനൊരു 5 ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഹാങ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെയുള്ളൂ. ഇതിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ നിറയെ തൈകൾ വന്ന് ഇത് നിറയും. ഒരു മഞ്ഞ പൂവുണ്ട് ഇതിൽ. നമ്മൾ മാങ്ങാ സൂര്യാന്തി എന്നൊക്കെ പണ്ട് പറയുന്ന ആ ചെടിയുടെ പോലത്തെ ഒരു ഫ്ലവറാണ്. ആർക്കെങ്കിലും എൻ്റെ പേരറിയാമെങ്കിൽ പറയാം. എനിക്ക് അത്ര അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സീഡ്സ് ഓർഡർ ചെയ്ത് അത് കിളിപ്പിച്ചെടുത്ത തൈകളിൽ നിന്ന് വന്ന പ്ലാന്റാണിത്. അല്ലാതെ ഞാൻ വാങ്ങിച്ചതോ ആരും തന്നതല്ല. അങ്ങനെ വന്ന പ്ലാന്റാണ്. അതിൻ്റെ മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ അത് ഒരു ചട്ടി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിറഞ്ഞ് അവസാനം ചട്ടി കാണാത്ത വിധം നിറയും. അപ്പം നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചട്ടി ഞാൻ ഇളക്കിയതാണ് ഇത്രയും എണ്ണമാക്കി വെച്ചിരിക്കുന്നത്. താഴെ നിൽക്കുന്നതിൽ ഫ്ലവറുണ്ട്. അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഏവിയറിക്കകത്തുള്ള കുറച്ച് പ്ലാന്റ്സ് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാന്റും കൂടെ ചെയ്യണമെന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ഈ കുഞ്ഞന്മാർ ഇതെല്ലാം നശിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഇവന്മാരും ജാവകളും ഇവർ രണ്ടുപേരെയാണ് ഞാൻ ആദ്യം വിടാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കോക്കറ്റെയിൽ അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടമുണ്ട്. പക്ഷേ അവരെ കൂടി ഈ മൊത്തത്തിലുള്ള ഏവിയറി തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ എൻ്റെ പ്ലാന്റിങ് പരിപാടി ഒന്നും നടക്കുന്നില്ല. ഒരു ചെടി പോലും അവന്മാർ ബാക്കി വയ്ക്കത്തില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ ഒരു ഏരിയ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഏരിയ അവർക്ക് വേണ്ടിയിട്ട് തിരിച്ച് നെറ്റടിച്ചിട്ട് അതിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭാവിയിൽ നോക്കാം നടക്കുമോയെന്ന്. എന്തായാലും ഇത്രയും നടന്നില്ല. ഇതുപോലെ ഞാൻ എത്ര വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഈ ടെറസിൻ്റെ പകുതി ഈ രീതിയിലാക്കുമെന്നൊരു 2-3 വർഷത്തെ ആഗ്രഹമാണ്. ഇത്രയും നടന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അതും നടക്കും. നോക്കാം. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.